ആഫ്രിക്കൻ വൻകരയിലെ അൾജീരിയയിൽ 26 വർഷം മുൻപ് കാണാതായ ആളെ വെറും 100 മീറ്റർ അകലെയുള്ള അയൽക്കാരന്റെ വീട്ടിൽ നിന്ന് ജീവനോടെ കണ്ടെത്തിയിരിക്കുന്നു. കാണാതാകുമ്പോൾ 17 വയസ്സായിരുന്നു പ്രായം. ഇയാളെ തട്ടിക്കൊണ്ടുപോയ അയൽവാസി ഇത്രയും കാലം അയാളുടെ വീട്ടിൽ തന്നെ ഒളിപ്പിച്ചിട്ടും ആളെ കണ്ടെത്താൻ പോലീസിനോ കുടുംബത്തിനോ കഴിഞ്ഞില്ല. ിൽ ഒമർ ബിൻ ഒമ്രാൻ എന്ന കുട്ടി സ്കൂളിലേക്കുള്ള യാത്രക്കിടെയാണ് കാണാതാകുന്നത്. ഇപ്പോൾ ഏകദേശം 44 വയസ്സിനടുത്ത് പ്രായമുള്ള ഇയാളെ അയൽവാസിയുടെ വീടിന്റെ ബേസ്മെന്റിൽ നിന്നാണ് ഉദ്യോഗസ്ഥർ രക്ഷപ്പെടുത്തിയത്. 61-കാരനാണ് കേസിലെ പ്രതി. ആ വീട്ടിൽ ഒറ്റയ്ക്കായിരുന്നു പ്രതി താമസിച്ചിരുന്നതെന്ന് ന്യൂയോർക്ക് പോസ്റ്റ് റിപ്പോർട്ട് ചെയ്യുന്നു. മെയ് 12-നാണ് സുരക്ഷാസേന ഒമറിനെ ഇയാളുടെ വീട്ടിൽ നിന്നും രക്ഷപ്പെടുത്തിയത്. ഇതിനു മുൻപും വീട്ടുതടങ്കലിൽ പാർപ്പിച്ച മനുഷ്യരുടെ വാർത്തകൾ പുറത്തുവന്നിട്ടുണ്ട്. കേരളത്തിൽ തന്നെ പാലക്കാട് റഹ്മാൻ എന്നയാൾ അദ്ദേഹത്തിന്റെ കാമുകിയെ 10 വർഷമാണ് തന്റെ മുറിക്കുള്ളിൽ ഒളിപ്പിച്ചു താമസിപ്പിച്ചത്. എന്നാൽ ഇക്കാര്യം ആ വീട്ടിലുണ്ടായിരുന്നവർ പോലും അറിഞ്ഞിരുന്നില്ല എന്നത് അതിശയത്തോടെയാണ് കേരളം കേട്ടത്. എന്നാൽ അൾജീരിയയിൽ ഇപ്പോൾ ഉണ്ടായിട്ടുള്ള സംഭവം തീർത്തും വിചിത്രമായി തോന്നിയേക്കാം. ഇത്രകാലവും ഒമർ രക്ഷപ്പെടാൻ പോലും ശ്രമിച്ചിരുന്നില്ലേ എന്നാണ് പലരും ചോദിക്കുന്നത്. പക്ഷേ ഇതേ സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ പുറത്തുവന്നിട്ടില്ല. അതേസമയം താൻ ഒരു തരം മന്ത്രവാദത്തിന് വിധേയനായതുപോലെയായിരുന്നുവെന്ന് ഒമർ ഇതേപ്പറ്റി പ്രതികരിച്ചിട്ടുണ്ട്. മാത്രമല്ല, തടങ്കലിൽ വച്ചിരുന്ന വീടിന്റെ ജനൽവാതിലിലൂടെ തന്റെ വീട്ടിലുള്ളവർ വഴിയിലൂടെ നടന്നു പോകുന്നത് താൻ പലതവണ കണ്ടിട്ടുണ്ടെന്നും എന്നാൽ പ്രതികരിക്കാൻ കഴിയാത്ത വിധമുള്ള മാനസികാവസ്ഥയിലായിരുന്നു എന്നുമാണ് ഒമർ പറയുന്നത്. 1998-ൽ ഒമറിനെ കാണാതായതു മുതൽ അയാളുടെ അമ്മ ഏറെ നാൾ മകനു വേണ്ടിയുള്ള അന്വേഷണം നടത്തിയിരുന്നു. ഒടുവിൽ മകൻ മരിച്ചിരിക്കാമെന്ന് മറ്റുള്ളവർ വിധിയെഴുതിയിട്ടും ആ സ്ത്രീ തന്റെ മകനെ കണ്ടെത്താൻ മരണം വരെയാണ് പോരാടിയത്. ഒടുവിൽ 2013-ലായിരുന്നു ഒമറിന്റെ അമ്മ മരണപ്പെട്ടത്. ഒമറിനെ കണ്ടെത്തിയ സമയത്തുള്ള വീഡിയോയിൽ ഇയാൾ ആളുകളെ കാണുമ്പോൾ ഭയപ്പെടുന്നതായും വിറയ്ക്കുന്നതായും കാണാം. മെയ് 12-ന് പ്രാദേശിക സമയം രാത്രി 8 മണിക്ക് ഇരയായ ഒമർ ബിൻ ഒമ്രാനെ അയൽവാസിയുടെ ബേസ്മെന്റിൽ കണ്ടെത്തിയതായി ദി ജൽഫ അറ്റോർണി ജനറൽസ് പൊതുജനങ്ങളെ അറിയിച്ചിരുന്നു. ഒപ്പം ക്രൂരമായ പ്രവൃത്തിയുടെ ഉത്തരവാദിക്ക് കടുത്ത ശിക്ഷ നൽകുമെന്നും അധികൃതർ പറഞ്ഞു. എന്നാൽ അനന്തരാവകാശത്തെ ചൊല്ലിയുണ്ടായ തർക്കത്തെ തുടർന്നാണ് ഒമറിനെ കാണാതായതിനു പിന്നിൽ തന്റെ സഹോദരന് പങ്കുണ്ടെന്ന് സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് വന്നത്. ഈ പോസ്റ്റാണ് പോലീസിന് കാര്യങ്ങളെക്കുറിച്ചുള്ള സൂചന നൽകിയതെന്ന് പറയുന്നു. അങ്ങനെ കുറ്റവാളിയുടെ വീട്ടിലെത്തിയ പോലീസ് നടത്തിയ തിരച്ചിലിൽ തറയിൽ കൂട്ടിയിട്ടിരിക്കുന്ന വൈക്കോലിനടിയിൽ താഴെ ബേസ്മെന്റിലേക്കുള്ള വാതിൽ കണ്ടെത്തുകയായിരുന്നു. അതിനുള്ളിൽ നിന്നാണ് മറഞ്ഞിരുന്ന ഒമറിനെ ഇവർ പുറത്തുകൊണ്ടുവന്നത്. രക്ഷാപ്രവർത്തനത്തിനു ശേഷം ഒമറിനെ പ്രാദേശിക ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതായി ഉദ്യോഗസ്ഥർ അറിയിക്കുന്നു.